നടൻ വിജയോടുള്ള കടുത്ത ആരാധന കൊണ്ട് അദ്ദേഹത്തെ കാണണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് ഉണ്ണിക്കണ്ണൻ മംഗലം ഡാം ഈ പാലക്കാട് നിന്നും കാൽനടയായി പോയത്. ഏതായാലും ആ ഒരു ആഗ്രഹം സാധിച്ചു. അദ്ദേഹം ഇവിടേക്ക് തിരിച്ചെത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ എപ്പോഴും പറയുന്ന പോലെ നനച്ച വണ്ടി കിട്ടിയല്ലേ, എന്താണ്, എങ്ങനെയായിരുന്നു ഈ ഒരു യാത്രയും കണ്ടു, എന്തൊക്കെയാണ് സംഭവിച്ചത്? ഇവിടെ തിരുവനന്തപുരത്ത് വെച്ചൊരു കിരൺ ചേട്ടനുണ്ട്, വേറൊരു പേര് കിട്ടുന്ന വേറൊരു ചേട്ടനുണ്ട്. ചേട്ടനെ വിളിച്ച് ഇങ്ങനെ വരും. അപ്പം എൻ്റെ കാലൊക്കെ കാണിച്ച് കോയമ്പത്തൂരൊക്കെ ഇന്റർവ്യൂ എടുക്കാൻ വന്നപ്പോൾ അങ്ങനെ വരും, കാലൊക്കെ കാണിച്ചൊരു കഴിച്ച്. അപ്പോൾ അവരുടെ ഓഫീസിലേക്ക് വിളിച്ച് പറഞ്ഞു. ഇതിൻ്റെ മുന്നേ അവർ കണ്ടിട്ടില്ല. അങ്ങനെ വിളിച്ച് അങ്ങനെ വണ്ടി വരും പറഞ്ഞ്. ഒരു ദിവസം പെട്ടെന്നൊരു വണ്ടി വന്നു. എനിക്ക് പെട്ടെന്ന് നെട്ടി ഞാനൊരു വീഡിയോ ഒക്കെ എടുത്ത്, നമുക്ക് വണ്ടി കയറിയ പണിയാണല്ലോ. അങ്ങനെ വണ്ടി കയറി നേരെ പോയി ഏറ്റവും വലിയൊരു ഗസ്റ്റ് ഹൗസിലേക്കായിരുന്നു. ആ ഗസ്റ്റ് ഹൗസിൽ പോയിട്ട് നല്ലൊരു ഭക്ഷണം വാങ്ങി തന്നെ അവിടെ കിടന്നുറങ്ങി പറഞ്ഞു. അവിടെ കുളിയും കഴിഞ്ഞ് അവിടെ കിടന്നുറങ്ങി. 4 മണിയാകുമ്പോൾ വണ്ടി വന്ന് നേരെ ആ സിനിമാ സെറ്റിലെത്തിയപ്പോൾ, ഒരു മിനിറ്റ്, സിനിമാ സെറ്റിലെത്തിയപ്പോൾ കാറ് വന്നു, പ്രൊഡ്യൂസർ സാറ് വന്നു, വിജയ് സാറിൻ്റെ പടം ചെയ്യുന്ന പ്രൊഡ്യൂസർ സാർ വന്നു. തമ്പി കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് വരണം. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് വിജയ് സാറിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അങ്ങനെ ക്രൗഡായിരുന്നു. ക്രൗഡിൽ പോയപ്പോൾ അവിടെ പാൻറ് ഷർട്ടിട്ട് ഒരാൾ വന്ന് ഇങ്ങനെ തോളിൽ കൈയിട്ടേട്ടാ, തോളിൽ കൈയിട്ട് എന്തിനാ കരയെന്ന് ചോദിച്ചിട്ട്, നമ്മള് രക്തബന്ധം പോലെ ഒരു കൂട്ടുകാരൻ പോലെ അടുത്തുള്ള ഒരാളിനെ പോലെ ഇങ്ങനെ നമ്മളെ വിജയണ്ണനാണ് നമുക്ക് വിശ്വസിക്കാൻ, കിളിയൊക്കെ പോയേട്ടാ. ഇങ്ങനെ വന്ന് കേരവനിൽ കയറാൻ പറഞ്ഞ്, കേരവനിൽ വിജയണ്ണൻ കയറി പറഞ്ഞു. ഞാൻ പറഞ്ഞു സാർ ആദ്യം കയറി പറഞ്ഞില്ല, തമ്പി കയറി പറഞ്ഞ് കയറിയിട്ട് ഞാൻ തൊട്ടുനൂറ് വെച്ച് ഏത് കേരവനിൽ അങ്ങനെയാണ്. എന്നിട്ട് അങ്ങനെ കേരവനിൽ കയറിയിട്ട് വിജയ് സാർ എന്നെ നോക്കി, എതുക്ക് തമ്പി ഇപ്പിടി ചേഞ്ച്, എന്നെ പാക്കറത്തൊക്കെ നിറയെ വാട്ടി മുയർച്ച് പണില്ല, വേറെ എന്തൊക്കെ വഴിയുണ്ട്. ഞാൻ പറഞ്ഞു മാനാടിന് വന്നപ്പോൾ, ഇലക്ഷൻ വന്നപ്പോൾ, ജൂലൈ 3 കേരളത്തിൽ വന്നപ്പോൾ കണ്ണ് കലങ്ങി, നെഞ്ച് പിടഞ്ഞിട്ട് എൻ്റെ കാലൊക്കെ കണ്ടപ്പോൾ സങ്കടത്തോടെ ഇരുന്നു. എന്തിനങ്ങനെ ചെയ്തു ചോദിച്ചു. എന്നെ ചേർത്ത് കെട്ടിപ്പിടിച്ചേട്ടാ, എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി. ആ നനച്ച വണ്ടി വിജയ് സാറ് എടുത്തു തന്നാണ്. ഈ ആപ്പിള് വിജയ് സാറ് തന്ന, ആപ്പിള് വിജയ് സാറ് തന്നു, ജ്യൂസ് തന്നു, പിന്നെ ഭക്ഷണം ഇതൊക്കെ തന്ന് ഒരു അനിയനെ പോലെ രക്തബന്ധം പോലും ചെയ്യാത്ത, സിനിമയിൽ എങ്ങനെ കാണാം അതേപോലെ പച്ചയായ മനുഷ്യനാണ് നമ്മുടെ വിജയ് സാറ്. പച്ച ഇതേപോലെ തന്നെ ഒരിതില്ല. അതാണ് സിമ്പിള്. ആ ഉമ്മറത്തിരിക്കുമ്പോ നമ്മളൊരു കൂട്ടുകാരനെ പോലെ, നമ്മുടെ അനിയനെ പോലെ, ഒരു രക്തബന്ധം പോലെ എനിക്ക് അങ്ങനെ ഇരിക്കുമ്പോ അങ്ങനെയാണ്. ഈ എത്ര കിലോമീറ്റർ നടന്നിട്ടുണ്ട്? ഈ ഒരു നടത്തത്തിലൊക്കെ ഉള്ള ഒരു അനുഭവമൊക്കെ എന്തായിരുന്നു ആൾക്കാരുടെ ഒരു പ്രതികരണമൊക്കെ? കേരളവും തമിഴ്നാടും ഏട്ടന്മാരും അനിയന്മാരും ചേച്ചിമാരും അച്ഛനമ്മമാരും അവര് പണിയെടുത്ത ആ വേർപ്പിലെ കാശില് എന്റെ ഈ ആരോഗ്യം ഇപ്പൊ നിൽക്കണ എനർജി കേരളവും തമിഴ്നാടും കട്ടയ്ക്ക് അവര് വാങ്ങി തന്ന ഭക്ഷണത്തിന്റെ എനർജിയാ. ഇത് വേൾഡിൽ ആർക്കും കിട്ടിയിട്ടുണ്ടാവില്ല. അത് ആ നനച്ച വണ്ടി 650 മേലെ ഏട്ടാ. ഇനിയിപ്പോ എന്താണ് ഭാവി പരിപാടികളൊക്കെ? ഭാവി നാളെ ഒരു സിനിമ കിട്ടിയിട്ടുണ്ട്, വലിയൊരു പടം. അതിപ്പോ വേറെ ആരിനെ കൊണ്ട് പറയണ്ട പറഞ്ഞിട്ടുണ്ട്. പിന്നെ വീട് നോക്കണം, സിനിമയിൽ അഭിനയിക്കണം, വിജയ് സാറിനോട് അഭിനയിക്കണം. ഞാൻ പറഞ്ഞു വിജയ് സാർ അങ്ങനെ അഭിനയിക്കണം, താടിയും മുടിയൊക്കെ പറഞ്ഞു. വിജയ് സാറിനെ ഇങ്ങനെ നോക്കിയിട്ട് കണ്ണ് കലങ്ങി നെഞ്ച് ഒടിഞ്ഞിട്ട് ഡയറക്ടറെ കൊണ്ട് പറയുക പറഞ്ഞു, പ്രൊഡ്യൂസർ സാറിനെ കൊണ്ട് പറഞ്ഞിട്ട്. പിന്നെ ഒരു ആഗ്രഹമുണ്ട്, നമ്മൾക്കൊന്നും നടക്കുമെന്ന് അറിയില്ല, ബിഗ് ബോസിൽ പോകണം. നീ 4ാം ക്ലാസ്സുകാരന് അത് നടക്കുമെന്ന് അറിയില്ല ഏട്ടാ. ഈ താടിയും മുടിയൊക്കെ വിജയനെ കാണാൻ വേണ്ടിയിട്ടാണ് നീട്ടിയത് പറഞ്ഞിരുന്നത്, ഇതൊക്കെ വെട്ടുവോ? അത് എന്തായാലും ഞാൻ നല്ല പടങ്ങൾ വന്ന് ഇതാക്കും. എന്തായാലും നമ്മുടെ ആഗ്രഹം ഇതായല്ലോ. ഏതായാലും ഉണ്ണിക്കണ്ണൻ അദ്ദേഹത്തിന്റെ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പാലക്കാടേക്ക് വന്നു. ഇനി ഭാവി പരിപാടികളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അത് കൂടുതൽ കാര്യങ്ങൾ ഇനി അറിയിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ക്യാമറ പേഴ്സൺ ഷിജു ചിറ്റൂറിനൊപ്പം നന്ദഗോപാൽ, മീഡിയ 1, പാലക്കാട്.